സാന്ത്വന സീരിയലിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് കഴിയുമ്പോൾ ഡാഡി വന്നോളും മോളെ. ഇതെന്താ അപ്പോൾ ബാഗൊക്കെ ആയിട്ട് മോളെയും കൊണ്ട് എങ്ങോട്ടാ? ഇനി ഇവിടെ നിന്നാൽ ഞാനും എൻ്റെ മോളും തെരുവിലിറങ്ങേണ്ടി വരും. അതിനു മുൻപ് എനിക്ക് രക്ഷപ്പെടണം അഞ്ജു. എന്തൊക്കെയാ അപ്പോൾ നീ പറയുന്നത്? നീ ഇവിടം വിട്ട് എങ്ങോട്ട് പോകുന്നു? എൻ്റെ വീട്ടിലേക്ക്? അമരാവതിയിലേക്കോ? അതെ, എൻ്റെ വീടെന്ന് പറയാൻ എനിക്കതല്ലേ ഉള്ളൂ. പക്ഷേ ഇതിന് ഹരിയേട്ടൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീയും ഹരിയേട്ടനും ഇനി ഒരിക്കലും അമരാവതിയുടെ പടി ചവിട്ടില്ലെന്നല്ലേ അവിടുന്ന് അവസാനമായി ഇറങ്ങിയപ്പോൾ പറഞ്ഞത്? ഹരിയേട്ടനാണെങ്കിൽ നിന്റെ ഡാഡി മരിച്ചു എന്ന് കേട്ടാൽ പോലും പോകില്ലെന്നല്ലേ അന്ന് പറഞ്ഞത്? അതെ, അതെ അഞ്ജു, ആ വാക്ക് ഞാൻ പാലിച്ചേനേ. പക്ഷേ ഹരിയിലുള്ള എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ എൻ്റെ മോളെയും കൊണ്ട് എൻ്റെ ഡാഡിയുടെ മുന്നിൽ ചെന്ന് ചെയ്തു പോയ തെറ്റുകൾക്ക് സമസ്താപരാധം പറഞ്ഞ് ഞാൻ മാപ്പ് ചോദിക്കും. ഞാൻ ഇന്നും ആഗ്രഹിച്ചിരുന്ന പോലെ എൻ്റെ ഡാഡിയുടെ മോളായി ജീവിക്കാൻ തീരുമാനിക്കും. എന്ന് വെച്ചാൽ എൻ്റെ മോൾക്ക് അവൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതം കൊടുക്കാൻ എനിക്കിനിയുള്ള ഏക ആഗ്രഹം, എൻ്റെ ആശ്രയവും അത് മാത്രമാണ്. പക്ഷേ ഇവിടെ എന്തെങ്കിലും ഒരു തീരുമാനമാകുന്നതിന് മുമ്പ് നീ ഇവിടം വിട്ട് ഇറങ്ങുന്നത് ശരിയാണോ? അപ്പോൾ ഇത് സ്വത്തിൻ്റെ അവകാശ തർക്കത്തിൻ്റെയോ കാര്യത്തിലോ അല്ല അഞ്ജു. ഇനിയും ഇവിടെ നിന്നാൽ എൻ്റെ മോള് എനിക്ക് ആരുമല്ലാതായി പോവും എന്നുള്ള ആശങ്ക കൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തത്. എന്താ എന്താ ദേവേച്ചി, ദേവൂട്ടിയെ സ്വന്തം മകളാക്കി കളയുമെന്നാണോ നീ പറയുന്നത്? ഛേ, എത്ര സില്ലി ആയിട്ടാണ് അപ്പോൾ നീ ചിന്തിക്കുന്നത്. ഇപ്പോൾ നിനക്ക് ഞാൻ പറയുന്നത് സില്ലിയായിട്ട് തോന്നും. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട് അഞ്ജു. നിനക്ക് ജനിക്കുന്ന കുഞ്ഞിനെ കൊണ്ട് ഒരിക്കലും നീ ദേവട്ടത്തി അമ്മ എന്ന് വിളിപ്പിക്കരുത്. നിൻ്റെ കുഞ്ഞിൻ്റെ മനസ്സിൽ അവരായിരിക്കും ശരിക്കുള്ള അമ്മ. സ്നേഹം കൊണ്ട് പൊതിഞ്ഞ് അവർ ആ രീതിയിൽ ആ കുഞ്ഞിനെ മാറ്റിക്കളയും. അതിന്നലെ ഞാൻ ശരിക്കും അറിഞ്ഞു. എന്താ എന്താ അപ്പോൾ നിൻ്റെ മാനസിക നിലയ്ക്ക് എന്തെങ്കിലും തകരാറ് പറ്റിയോ? ഇപ്പോൾ നീ സംസാരിക്കുന്നത് നോർമലായ ഒരാളെ പോലെ അല്ല. ആയിക്കോട്ടെ, നിനക്ക് എന്ത് വേണേലും കരുതാം. പക്ഷേ ഞാൻ എന്തായാലും ഈ സാന്ത്വനം വീട് വിട്ടു പോകാൻ തീരുമാനിച്ചു. ഇനി ഇവിടെ ഞാൻ നിൽക്കില്ല. വാ മോളെ. എന്നെ കൊണ്ടുപോകരുതേ അമ്മേ, പറ ചെറിയമ്മ, എന്നെ കൊണ്ടുപോകരുതെന്ന്. വാടി, വാ ഇങ്ങോട്ട്. അപ്പു പോകരുത്. അപ്പു പെട്ടെന്നുള്ള ദേഷ്യത്തിന് മോളെയും കൂട്ടി മുന്നും പിന്നും ആലോചിക്കാതെ ഇറങ്ങി പോകരുത്. അഞ്ജു, കയ്യിൽ നിന്ന് വിട്. ഞാൻ മുന്നും പിന്നും ആലോചിക്കാതെയല്ല ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. വിടഞ്ചു. അപ്പോൾ ഈ കുടുംബം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ എല്ലാവർക്കും വിഷമമാവും. ആർക്കെന്ത് വിഷമം തോന്നിയാലും ശരി, ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല അഞ്ജു. അപ്പോൾ നീ നിന്നെക്കുറിച്ച് മാത്രം ഓർത്താൽ പോരാ, ദേവൂട്ടിയെക്കുറിച്ച് കൂടി നീ ഓർക്കണം. അതെ, എൻ്റെ മോളെക്കുറിച്ച് ഓർത്തിട്ട് തന്നെയാണ് ഞാൻ ഇവിടുന്ന് പോകാമെന്ന് തീരുമാനിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, ഇനിയും എൻ്റെ ചിന്ത എൻ്റെ മോളെക്കുറിച്ച് മാത്രമാണ്. ഇവളെക്കുറിച്ച് എനിക്ക് ഒരുപാട് സങ്കല്പങ്ങളുണ്ട്, മോഹങ്ങളുണ്ട്. ഇവിടെ നിന്നാൽ ഇനി അതൊക്കെ വെറും പാഴ് സ്വപ്നങ്ങളായി പോകും. എന്നാലും അപ്പോൾ ആരോടും ഒരു വാക്ക് പറയാതെ നീ പോകാൻ പോവുകയാണോ? ഹരിയേട്ടനോട് പോലും പറയാതെ പോയാൽ എങ്ങനെയാ? ഞാൻ പറഞ്ഞല്ലോ, ഹരി തടഞ്ഞാലും ഞാൻ പോകും. എൻ്റെ തീരുമാനത്തിന് മാറ്റമില്ല. എന്താ ഇവിടെ? ഡാഡി, മമ്മി ദേവൂട്ടിയും കൊണ്ട് മമ്മിയുടെ വീട്ടിൽ പോകാൻ പോവാ. പറ ഡാഡി പോകണ്ടെന്ന്. ഇങ്ങ് വാ മോളെ, ഡാഡി പറയാം. എന്താ അപ്പോ, എന്താ മോള് പറയുന്നത്, സത്യമാണോ? അതെ ഹരി, ഇനി മോളെയും കൊണ്ട് ഇവിടെ നിന്നാൽ എനിക്ക് സമാധാനം കിട്ടില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുക. മമ്മി വേണേ മമ്മിയുടെ വീട്ടിൽ പോക്കോ. എൻ്റെ വീട് ഇതല്ല, ഞാനിവിടെ നിന്നോളാം. കേട്ടില്ലേ മോള് പറഞ്ഞത്? ഇത് നിൻ്റെ വീടാന്ന് ആരാടി പറഞ്ഞത്? അമ്മ പറഞ്ഞല്ലോ. മമ്മി ഡാഡി ഇവിടെ കെട്ടിക്കൊണ്ട് വന്നതാ. ഇതാ എൻ്റെ ഡാഡിയുടെയും വീട് എന്ന്. കണ്ടോ എന്തൊക്കെയാ മോളെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് നോക്ക് ഹരി. അപ്പോൾ അത് നിൻ്റെ മമ്മി നിന്നോട് അമരാവതിയിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ മോള് പോവില്ല എന്ന് വാശി പിടിച്ച് നിന്നപ്പോൾ അത് മോളുടെ വീടാണെന്നും അവിടെ ഉള്ളത് മോളുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെയാണെന്നും ദേവേച്ചി പറഞ്ഞു കൊടുത്തതാ. അപ്പോൾ എന്നിട്ട് പിന്നെ മോൾ എന്തിനാ എന്നെ ഇവിടെ കെട്ടിച്ചുകൊണ്ട് വന്നതാണെന്നും ഇത് ഡാഡിയുടെ വീടാണെന്നും ഒക്കെ പറയാൻ പഠിച്ചത്? അപ്പോൾ മോൾ ഓരോന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയായി ഏട്ടത്തി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ കരുതി കൂട്ടി പറഞ്ഞാണെന്ന് വ്യാഖ്യാനിക്കല്ലേ നീ? എടുത്തു ചാടി വെറുതെ വിവരക്കേട് കാണിക്കാതെ മോളെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോ. ഇല്ല ഹരി, ഞാൻ ഇനിയും തിരികെ കയറുന്ന പ്രശ്നമില്ല. ഒരിക്കൽ നീ ഇതുപോലെ എടുത്തു ചാടി വാശി പിടിച്ച് നിൻ്റെ വീട്ടിലേക്ക് പോയ അനുഭവം അറിയാലോ. ഞാനങ്ങോട്ട് വരുമെന്ന് കരുതി നീ പോവണ്ട. അതിന് നീ വരണമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല ഹരി. അപ്പു, നീ എന്തൊക്കെയാടി ഇപ്പം അറിയുന്നേ? അഞ്ജു, നീ കാര്യത്തിൽ ഇടപെടേണ്ട. അവൾക്ക് പോകണമെങ്കിൽ പോയിക്കോട്ടെ. പക്ഷേ എൻ്റെ മോളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. നിൻ്റെ മോളോ? പിന്നല്ലാതെ, നിൻ്റെ മാത്രം മോളാണോ? ഇത്തരം സിറ്റുവേഷൻ ഉണ്ടാക്കി മോളെ വിഷമിപ്പിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞത് നീ മറന്നുപോയോ? എന്താ ഹരി, എന്താ ഇവിടെ പ്രശ്നം? ഏയ് ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ല ഏട്ടത്തി. അപ്പു ദേവൂട്ടിയും കൊണ്ട് അമരാവതിയിലേക്ക് പോവാന്നാ ദേവേച്ചി പറയുന്നത്. ഈ വീട് വിട്ട് പോവുകയാണോ? എന്താ അപ്പു ഇത്? എന്തിനു വേണ്ടിയാ? എന്ത് പ്രശ്നം ഇവിടെ ഉണ്ടായത്? പ്രശ്നങ്ങൾ ഒന്നും രണ്ടുമൊന്നും അല്ലല്ലോ. ഈ കുടുംബത്തിലെ പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. എന്ത് പ്രശ്നങ്ങളാണെങ്കിലും നമുക്കതൊക്കെ പരിഹരിക്കാൻ അപ്പു. ദയവ് ചെയ്ത് മോളെയും കൊണ്ട് ഈ വീട് വിട്ട് പോകരുത് അപ്പു. ഇല്ല ദേവേട്ടത്തി, ഞാനെടുത്ത തീരുമാനത്തിൽ നിന്നും ഇനി പിന്മാറുന്ന പ്രശ്നമില്ല. നീ ആർക്കപ്പു ഫോൺ ചെയ്യുന്നത്?
നിന്റെ ഡാഡിക്കാണേൽ അങ്ങേരുടെ കാർ ഗേറ്റ് കിടന്ന് ഈ മുറ്റത്ത് കയറിയാൽ പിന്നെ ഇതുവരെ നീ കാണാത്ത ഹരിയുടെ മറ്റൊരു മുഖം നീ കാണേണ്ടി വരും. എന്തടാ ഹരി, എന്താ അപ്പു ബാഗൊക്കെ ആയിട്ട്? ഞാൻ എൻ്റെ മോളെയും കൊണ്ട് അമരാവതിയിലേക്ക് പോവാ ബാലേട്ടാ, എന്നെ തടയരുത്. ഞാനും ദേവിയും ദേവൂട്ടിയുടെ കാര്യത്തിൽ ഇടപെടുന്നത് കൊണ്ടാണോ നീ ഈ വീട് വിട്ടിറങ്ങാൻ തീരുമാനിച്ചത്? എങ്കിൽ അതിൻ്റെ ആവശ്യമില്ല അപ്പു. ഞാനോ ദേവിയോ ഇനി ഒരിക്കലും കുഞ്ഞിൻ്റെ ഒരു കാര്യത്തിലും ഇടപെടില്ലെന്ന് മരിച്ചുപോയ ഞങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ആത്മാക്കളെ സാക്ഷി നിർത്തി ഞാൻ നിനക്ക് വാക്ക് തരികയാണ്. ബാലേട്ടൻ്റെ ഈ വാക്കിൽ നിനക്ക് വിശ്വാസമില്ല എങ്കിൽ ഇനി നിനക്ക് ഇഷ്ടം പോലെ തീരുമാനിക്കാപ്പോ, ആരും നിന്നെ തടയില്ല. അമ്മേ, ദേവൂട്ടിയുടെ ആ വിളി ദേവിയെ സങ്കടപ്പെടുത്തി. ദേവി ഇങ്ങനെ നോക്കി നിൽക്കുക. ദേവൂട്ടി വാ ദേവി എന്ന് പറഞ്ഞ് ബാലനകത്തേക്ക് പോകുന്നു. എല്ലാവരും അകത്ത് കയറിപ്പോയിട്ടും അപ്പു മാത്രം ഇങ്ങനെ വാതിക്കെ വിഷമിച്ച് ഇങ്ങനെ തകർന്ന് നിൽക്കുകയാണ് ബൈക്കും കൊണ്ട്. പിന്നെ ബാലനും ദേവിയും മുറിക്കകത്തിരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. ബാലൻ ആദ്യ രാത്രിയിൽ ദേവിയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓരോന്നായി മനസ്സിൽ കൂടി ഇങ്ങനെ പോവുകയാണ്. അന്യന്മാർ ഒരു കരയ്ക്കെത്തുന്നത് വരെ നമുക്ക് മാത്രമേ ഒരു ജീവിതത്തെക്കുറിച്ചോ കുഞ്ഞുങ്ങളെക്കുറിച്ചോ ചിന്തിക്കാൻ കഴിയില്ല, അവരോടുള്ള സ്നേഹം അത് കുറഞ്ഞേക്കാം എന്നൊക്കെ ബാലൻ പറഞ്ഞതും ദേവി അതിന് മറുപടിയായിട്ട് പേടിക്കേണ്ട ബാലേട്ടാ, ഈ കുടുംബത്തിൽ നിന്ന് ബാലേട്ടനെ തനിയെ പിടിച്ചുകൊണ്ട് പോകണമെന്നോ എൻ്റെ മാത്രം സ്വന്തമാക്കണമെന്നോ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ്. ദേവിയോ അപ്പു പറഞ്ഞ വാചകങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുകയാണ്. ബാലൻ ദേവിയുടെ കാലിൽ പിടിച്ച് മാപ്പ് ചോദിക്കുകയാണ്. ഇതൊക്കെ കണ്ട് ദേവി ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ദേവിയുടെ ബാലൻ്റെയൊക്കെ അങ്ങ് സമനില തെറ്റിപ്പോയെന്ന് വേണേൽ പറയാം. അത്ര മാനസികമായിട്ട് അവരാകെ തകർന്നു. ബാലൻ പറയുന്നുണ്ട്, ഒരു കുഞ്ഞിനെ തലോലിക്കാനും ലാളിക്കാനും ഒക്കെയുള്ള തൻ്റെ ഒരു ആഗ്രഹത്തെ ഞാൻ പട്ടടയിലിട്ട് കളഞ്ഞില്ലേ, പാപിയാ ഞാൻ, കൊടും പാപി എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ വിഷമിക്കുന്നു. അടുത്ത മുറിയിൽ അഞ്ജലി ശിവൻ വന്ന ഉടനെ കാര്യങ്ങളൊക്കെ പറയുന്നു. ശിവൻ ഇങ്ങനെ ചോദിക്കുകയാണ്, എന്നാലും ഇനി അപ്പോട്ടത്തെ എങ്ങനെ വലിയേട്ടത്തിയുടെ ഇങ്ങനെ മുഖത്ത് നോക്കും, ഇവിടെ എങ്ങനെ താമസിക്കും, ദേവൂട്ടിയെ പൂട്ടിയിടാനൊന്നും പറ്റത്തില്ലല്ലോ, ഇനിയും വലിയേട്ടത്തിയുടെ അടുക്കെ തന്നെ പോവില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞുനാളിൽ വളർത്തിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിഷമിച്ച് അവരെല്ലാവർക്കും വിഷമമാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതാണ് കാണിക്കുന്നത്. നാളത്തെ നല്ല എപ്പിസോഡിനായി കാത്തിരിക്കാം. താങ്ക് യു.